നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സെക്കൻഡ് കേസാണ്, ദാറ്റ് ഇസ് കോംപ്ലെക്സ് റൂട്ട്സ്. സോ കോംപ്ലെക്സ് റൂട്ട്സിന് മുന്നേ നമ്മൾ ആ ഒരു കോംപ്ലെക്സ് റൂട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ വിൽ ഹാവ് ടു ഗോ ടു ദി ഫോർമുല ഷീറ്റ് ആൻഡ് ഗോ ത്രൂ സം ഫോർമുലാസ്. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് കോംപ്ലെക്സ് റൂട്ട്സ് നമുക്ക് 3 ഫോർമുലാസ് മനസ്സിൽ വിചാരിക്കണം. ഒന്ന്, ആർ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എക്സ് സ്ക്വയറും വൈ സ്ക്വയർ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം 1 + ഐ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് എക്സും ഇവിടെ ഒരു 1 ഉണ്ട്, അത് വൈയും ആയിരിക്കും. സോ ഈ ഒരു രീതിക്കാണ് ഇത് നമ്മളുടെ റൂട്ട്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ വീൽ ഹാവ് ടു ഫൈൻഡ് ആർ യൂസിങ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് തീറ്റയെ നമ്മൾ ഫൈൻഡ് ചെയ്യണം, ടാൻ ഇൻവേഴ്സ് 5/x. പിന്നെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ചില കേസിൽ റേസ് ടു എൻ എന്ന് പറഞ്ഞ് വരും, ആൻഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കോസ് എൻ തീറ്റ ഐ സൈൻ എൻ തീറ്റ. ഇതിന് ഡി മോവേഴ്സ് തിയറം എന്നാണ് പറയുന്നത്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ എം പ്രൊണൗൺസിങ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയും, ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് വൈ ഐ, അതായത് എക്സ് എന്ന് പറഞ്ഞൊരു ടേം ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് ദി ith ടേം ആണെന്നുണ്ടെങ്കിൽ വി ആർ ഡയറക്ട്ലി ഗിവിങ് ഇറ്റ് ആസ് സൈൻ π/2. ഓക്കെ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വൈ കോസ് π/2 പ്ലസ് ഐ സൈൻ π/2. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ കോംപ്ലെക്സ് റൂട്ട്സ് സോൾവ് ചെയ്യാനായിട്ട്. കോംപ്ലെക്സ് റൂട്ട്സ് ക്വസ്റ്റ്യൻസ് ഞാൻ അധികം കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു നോ ഹൗ ടു സോൾവ് ഇറ്റ്. സോ സൊല്യൂഷന് ഫസ്റ്റ് ഫൈൻഡ് ആർ ആൻഡ് തീറ്റ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി സൊല്യൂഷൻ ഇൻ ദ ടേംസ് ഓഫ് R1 and R2, സോൾവ് ഫോർ C1 and C2. എനിവേസ് നമുക്ക് പ്രൊസീജിയർ ഒന്ന് മനസ്സിലിരുന്നാൽ മതി. വിൽ ഡു എ ക്വസ്റ്റൻ ആൻഡ് വിൽ സീ അബൌട്ട് ഇറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, solve for the recurrence relation an is equal to 2 into an minus 1 minus an minus 2. This is a second order relation and നമുക്ക് മനസ്സിലാവും. So an minus 2an minus 1 minus 2an minus 2 is equal to 0. Okay, again we have to write it in form of the characteristic equation, that is nothing but Rn minus 2 Rn minus 1 minus 2 Rn minus 2 is equal to 0. അതിനെ നമ്മൾ ഹയർ ഇതുമായിട്ട് ഹയർ പവറുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും r² minus 2r minus 2 is equal to 0. Quadratic equation solution നമുക്ക് യൂസ് ചെയ്ത് we can find out what are the R1 and R2. That is nothing but r is equal to minus b plus or minus root of 4ac divided by 2a. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോഴത്തേനും 2 plus or minus root of 4 minus 4 into 2 divided by 2. നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേനും we get i plus or minus 1 plus or minus i. This is our solution and this is a imaginary solution അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും? General solution will be an is equal to c1 i plus 1 plus I the whole raised to n plus c2 1 minus I the whole raised to n. ഇനി ഈ ഒരു സംഭവത്തിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ നേരത്തെ കൊടുത്ത ഫോർമുല, അതായത് ആറും തീറ്റയും കണ്ടുപിടിക്കേണ്ട പരിപാടി. ഓക്കെ, അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആർ ആദ്യമേ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഒരു റൂട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇത്രയും വരെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമേ നമ്മൾക്ക് നമ്മൾ പണ്ട് ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിനെ ആറിൻ്റെ ടേംസിലാക്കുന്നു, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. സിൻസ് ഇറ്റ്സ് ആൻ ഇമാജിനറി സൊല്യൂഷൻ, ഫസ്റ്റ് ലെറ്റ്സ് കൺസിഡർ ദ ഫസ്റ്റ് റൂട്ട്. ഫസ്റ്റ് റൂട്ട് ദാറ്റ് ഇസ് R1 I plus 1 plus i. ഇതിൻ്റെ r എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 plus 1 ആണ്, ദാറ്റ്സ് നത്തിങ് ബട്ട് √2. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y/x ആണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എഗെയിൻ ടാൻ ഇൻവേഴ്സ് 1, ദാറ്റ് ഇസ് π/4. ഓക്കെ, ഇതുപോലെ തന്നെ അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ റൂട്ടിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും? നമ്മളെ ഫോർമുല ഷീറ്റിൽ കണ്ട പോലെ തന്നെ 1 plus i എന്ന് പറയുന്നത് √2 cos π/4 പ്ലസ് ഐ സൈൻ π/4 എന്നുള്ള രീതിയിൽ എഴുതാം.
സിമിലർലി നമുക്ക് നെക്സ്റ്റ് റൂട്ട് നോക്കാം. സെക്കൻഡ് റൂട്ട് R2-നെയും ഇതുപോലെ തന്നെ 1 - i ആണ് അവിടെ വരുന്നത്. സോ R വിൽ ബി again √2 ആൻഡ് തീറ്റ വിൽ ബി -π/4 കാരണം ഇവിടെ ഒരു -1 വരും. സോ നമ്മൾ 1 - i എഴുതുമ്പോഴത്തേനും ഇറ്റ് വിൽ ബി √2 ഇൻറ്റു cos -π/4 പ്ലസ് i sin -π/4. ഈ രണ്ട് ഈക്വേഷൻസ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ടേംസ് ഓഫ് ദീസ്. അപ്പോൾ ഈക്വേഷൻ ഭയങ്കരമായിട്ട് വലുതാവും, ബട്ട് ഇറ്റ്സ് ഫൈൻ. an is equal to c1 of √2 cos π/4 plus i sin π/4 the whole raised to n plus c2 √2 cos -π/4 plus i sin -π/4 the whole raised to n. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോമുലയാണ് ഇവിടെ വരുന്നത്. നോക്കി, റേസ് ടു n വരുമ്പോൾ ഹൗ വി ഹാവ് ടു റൈറ്റ് ഇറ്റ്? വി ഹാവ് ടു റൈറ്റ് ഇറ്റ് as c1 √2 cos nπ/4 plus i sin nπ/4 plus c2 √2 cos -nπ/4 മൈനസ് ഇവിടെ വരത്തില്ല ബിക്കോസ് ഇറ്റ്സ് കോസ് ആയതുകൊണ്ട് nπ/4 മൈനസ് i sin nπ/4. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസിൻ്റെ ടേംസും സൈനിൻ്റെ ടേംസും നമ്മൾ ഒരുമിച്ചെടുത്ത് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് c1 c2 കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ നമുക്ക് ഈ ഒരു സംഭവത്തിന് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് √2 raised to n ബിക്കോസ് ഇത് ഹോൾ റേസ് ടു n ആയിരുന്നല്ലോ. സോ √2 raised to n വരും, ഇത് റേസ് ടു n വരും. നമ്മൾ n താഴോട്ട് ഇറക്കുമ്പോഴത്തേനും, ബിക്കോസ് ഇതെല്ലാം ഹോൾ റേസ് ടു n ആണ്. √2n c1 plus c2 cos nπ/4 plus c1 minus c2 i sin nπ/4 എന്ന് പറഞ്ഞ് വരും. ഐ ഹോപ്പ് സോ യു അണ്ടർസ്റ്റുഡ് അപ് ടു ഹിയർ. നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ തന്നെ നമ്മൾ എഴുതിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ റൂട്ട്സിനെ നമ്മൾ ആറും തീറ്റയും യൂസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ മേർജ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിംപ്ലിഫൈഡ് സൊല്യൂഷൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്? c1 minus c2 ബൗണ്ടറി കണ്ടീഷൻസ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യണം. സോ വാട്ട് ആർ ദി ബൗണ്ടറി കണ്ടീഷൻസ് ദാറ്റ് വി ആർ ഹാവിങ്? a0 is equal to 1, a1 is equal to 2 ആണ് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് ഉള്ളത്. ഈ ഒരു സമയം നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യാം. ഈ c1 പ്ലസ് c2വിന് പകരം നമുക്ക് k1 ആയിട്ടും c1 മൈനസ് c2വിന് പകരം നമുക്ക് k2 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് വി ക്യാൻ സോൾവ് ഇറ്റ്. സോ a0 എന്ന് പറയുന്നത് 1 ആണ്. സോ വിച്ച് മീൻസ് √2 the whole raised to 0 k1 cos n 0 ആണ്. സോ ആ ഒരു ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അല്ല, cos 0 വരും, സോറി, cos 0 പ്ലസ് k2 i sin 0. ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേനും വി ഗെറ്റ് ദ ഫസ്റ്റ് ഈക്വേഷൻ ആസ് k1 is equal to 1 ബിക്കോസ് ഇത് 1 ആയിരിക്കും, ഈ സംഭവം മൊത്തം 0 ആയിപ്പോവും. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 1. ഓക്കെ, സോ k1 1 ആയിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് വാട്ട് ഇസ് k2 നമുക്ക് കണ്ടുപിടിക്കാൻ a1ൻ്റെ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വിൽ ഓൾസോ ഗെറ്റ് k2 as 1. അതായത് രണ്ട് ബൗണ്ടറി കണ്ടീഷനും യൂസ് ചെയ്ത് നമ്മൾ k1ൻ്റെയും k2ൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾക്ക് ഒന്നെന്നുണ്ടെങ്കിൽ സിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം, പക്ഷേ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് നെസസറി ബിക്കോസ് നമുക്ക് ഈ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. അതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ അവർ ഫൈനൽ സൊല്യൂഷൻ an വിൽ ബി √2 the whole raised to n cos nπ/4 plus sin nπ/4. അത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ നമുക്ക് അറിയാം ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് നത്തിങ് റിലേറ്റഡ് ടു എ റിക്കറൻസ് റിലേഷൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ
വാട്ട് ഈസ് മൈ എക്സ് ആൻഡ് വൈ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. വാട്ട് ഈസ് മൈ എക്സ്? ഇറ്റ്സ് 1. വാട്ട് ഈസ് മൈ വൈ? ദിസ് വിച്ച് ഈസ് അക്കമ്പനിങ് ദി എന്താ ഇമാജിനറി ക്യാരക്ടർ, ദാറ്റ് ഈസ് √3. ഓക്കെ, ഇനി വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ആർ ആൻഡ് വാട്ട് ഈസ് തീറ്റ. ആർ എന്ന് പറയുന്നത് 1 + 3 √4, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2. തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് √3/1, that is nothing but pi/3. So we can rewrite this as 2 cos pi/3 plus I sin pi/3 the whole raised to 10. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. എനിത്തിങ് റേസ് ടു n എന്ന് പറയുമ്പോഴത്തേനും ഇൻഡിവിജ്വലി നമുക്കതിനെ ബ്രേക്ക് ചെയ്യാം. 2⁻10 cos n 10 pi/3 പ്ലസ് I sin 10 pi/3 വരും. സോ ഇതെന്ന് പറയുന്നത് ആഫ്റ്റർ സോൾവിങ് വി വിൽ ഗെറ്റ് ആസ് 2⁻10 ഇൻറ്റു -1/2 മൈനസ് I 2⁻10 ഇൻറ്റു √3/2. അതായത് cos 10 pi/3യുടെയും sin 10 pi/3യുടെയും ആൻസേഴ്സ് ആണ്. ആഫ്റ്റർ വി ആർ സോൾവിങ് വി ഗെറ്റ് ഇറ്റ് എസ് -2�9 I √3 plus 1. That's the final answer. Also you can write it as -2 the whole raised to 9 √3i plus 1 whatsoever. This would be a final answer. ഇവിടെ ഞാനൊരു ഐ മിസ് ചെയ്തായിരുന്നല്ലേ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളൊരു ഇമാജിനറി റൂട്ട് വരുമ്പോഴത്തേനും സോൾവ് ചെയ്യാമെന്ന് പറയുന്നത്.